നമസ്കാരം സാർ. എക്കാലത്തും ഒരു കലാപം എപ്പോഴും ഓരോ രാജ്യങ്ങളിലും പൊട്ടിപ്പുറപ്പെടും. ഇപ്പോൾ ബംഗ്ലാദേശിലും സിറിയയിലുമാണ് രൂക്ഷമായ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നത്. ഇപ്പൊ ബംഗ്ലാദേശ് എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള ആക്രമണങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഇന്ത്യയുമായി ബംഗ്ലാദേശ് യുദ്ധത്തിന് പ്രഖ്യാപിച്ചു. പിന്നീട് ഇതിനിടയിൽ അമേരിക്ക വന്നു. സമാധാനമായി എല്ലാം കാര്യങ്ങൾ പറഞ്ഞു തീർക്കണമെന്നൊക്കെ അമേരിക്കയും ഇതിൽ ഇടപെട്ടിട്ടുണ്ട്. ഇപ്പോൾ വരുന്നതെന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്നും ഈ അനധികൃത അതായത് ബംഗ്ലാദേശികളെ കുടിയൊഴിപ്പിക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുക, അതായത് ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇത് ഇന്ത്യയുടെ ഒരു സുപ്രധാന നീക്കമാണോ എന്നാണ് സാറിന്റെ ഒരു വിലയിരുത്തൽ? എങ്ങനെയാണ്? അനധികൃത നമുക്ക് കുടിയേറ്റത്തിന് ഒരു നിയമം നമ്മുടെ ഇന്ത്യയുടെ ഭാഗത്തുണ്ടല്ലോ. അതാണ് നേരത്തെയുള്ള പ്രശ്നം. നമുക്കിവിടെ കുടിയേറ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് യോഗ്യമാകുന്ന കുടിയേറ്റം, നമ്മുടെ രാജ്യത്തിന് പ്രശ്നം ഉണ്ടാകുന്ന കുടിയേറ്റം വേണ്ടാന്ന് തന്നെ തീരുമാനിക്കും. ഈ ബംഗ്ലാദേശിൽ നിന്ന് കണ്ടമാനം ആൾക്കാർ ഇവിടെ കുടിയേറിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഒരു കണക്കനുസരിച്ച് തന്നെ 2 കോടി ജനം ഇന്ത്യക്കകത്തുണ്ട്. ഈ കുടിയേറ്റക്കാരെ കൃത്യമായിട്ട് മൊത്തം ആൾക്കാരെ ഇപ്പം പിടിച്ച് തിരിച്ചയക്കുകയാണെങ്കിൽ ബംഗ്ലാദേശ് താങ്ങത്തില്ല. ബംഗ്ലാദേശിന് താങ്ങാൻ പറ്റാത്തതുകൊണ്ടുള്ള ജനസംഖ്യ വീണ്ടും അങ്ങോട്ട് പോകും. പക്ഷേ ബംഗ്ലാദേശിൽ ഇപ്പോഴും നടക്കുന്ന ആഭ്യന്തര പ്രശ്നം എന്ന് പറയുന്ന പ്രശ്നം ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് വ്യാപിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നാൽ നമുക്ക് നോക്കിയിരിക്കാൻ പറ്റത്തില്ല. കാരണം ബംഗ്ലാദേശിനകത്ത് ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പറഞ്ഞാൽ ബംഗ്ലാദേശിലുള്ള ഈ പറയുന്ന 10-16 കോടി ജനമുണ്ട്. അതിനകത്ത് 8% ന്യൂനപക്ഷമുണ്ട്. അത് ഏതാണ്ട് 1 കോടി ജനത്തിനകത്ത് അങ്ങോട്ട് വരുമെന്ന് തോന്നും. അപ്പൊ അതിനകത്ത് ഈ വരുന്ന 16 കോടിക്കകത്ത് ഇപ്പം ഈ പ്രശ്നം ഉണ്ടാക്കിയേക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ അതിനകത്തൊരു 10% പോലും ഇല്ല. അതായത് 16 കോടി ജനത്തിനെ അവർ ഒരു കലാപത്തിൽ കൂടി അല്ലെങ്കിൽ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ നിന്നും അല്ലെങ്കിൽ ആ രാജ്യത്തെ ഇത്തരത്തിലേക്ക് നയിക്കുന്നതിന് അവിടെ ഇറങ്ങി തിരിച്ചതെന്ന് പറഞ്ഞാൽ ഏതാണ്ട് 10,000-50,000 പേര് 1,00,000 പേര് കാത്തേ ഉള്ളൂ. അവർ വടിയും കൊണ്ടിറങ്ങി അല്ലെങ്കിൽ അവർക്ക് വേറെ സഹായങ്ങൾ കിട്ടിയോണ്ടാണ് ഈ സംവിധാനം ഉണ്ടാകുന്നത്. ഇതുപോലെ തന്നെ ഈ 140 കോടി ജനം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇവിടെ 1-2 കോടി ജനം റോഡിൽ മിലിറ്റന്റ് ഗ്രൂപ്പായിട്ട് ഇറങ്ങിയാൽ അല്ലെങ്കിൽ ഇവിടുത്തെ സംവിധാനങ്ങൾ അവരുടെ കയ്യിൽ അവരുടെ സഹായത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു അവസ്ഥ വന്നാൽ ഇവിടെയും കലാപം ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഉറപ്പായിട്ടും. അപ്പൊ അതുകൊണ്ടാണ് ഈ വിഷയം മൂർച്ഛിച്ചു വന്നപ്പോൾ പശ്ചിമ ബംഗാളിൽ ഇതുവരെ കുടിയേറ്റത്തെ അല്ലെങ്കിൽ ആരും കയറി പോരട്ടെ, ഐഡന്റിറ്റി കാർഡ് എല്ലാം തരാം, ആധാർ കാർഡ് തരാം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ മമതാ ബാനർജി ഇടപെടണം, അല്ലെങ്കിൽ അവിടുത്തെ ന്യൂനപക്ഷത്തിന്റെ വിഷയത്തിൽ ഇടപെടണം, അവിടെ പ്രശ്നങ്ങൾക്കകത്ത് ഇടപെടണം. മമതാ ബാനർജിയുടെ പശ്ചിമ ബംഗാളിലാണ് ഏറ്റവും കൂടുതൽ ബംഗ്ലാദേശികൾ കുടിയേറിയിട്ടുള്ളത്. അതായത് പശ്ചിമ ബംഗാൾ ഏതാണ്ട് 6-7 ജില്ല ഇപ്പം മുസ്ലിങ്ങൾ മാത്രമാണ് ജില്ല എന്ന് പറഞ്ഞാൽ അതിർത്തി ഗ്രാമങ്ങളിലെ മുസ്ലിങ്ങൾ കയറി ആ ജില്ല കൈയടക്കി വെച്ചിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതായത് ബംഗ്ലാദേശ്, പശ്ചിമ ബംഗാളിലെ മുസ്ലിങ്ങളല്ല, ബംഗ്ലാദേശിൽ നിന്നുള്ള മുസ്ലിങ്ങൾ അതേ രീതിയിൽ ബംഗ്ലാദേശൊക്കെ പിടിച്ചു. ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ബംഗ്ലാദേശ് വേണം, ബീഹാർ വേണം, അല്ലെങ്കിൽ അപ്പം അത് പിടിക്കാമെന്ന് പറ്റുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ അതിനകത്തൊരു കലാവ് ഉരുത്തിരിക്കാൻ അവരുടെ രാജ്യത്തിരുന്ന് സാധിക്കുന്ന രീതിയിലേക്ക് ഇവിടെ കുടിയേറ്റക്കാരുണ്ടോന്ന് മനസ്സിലാകത്തില്ല. അതുകൊണ്ട് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗം ഇത് വളരെ കൃത്യമായിട്ട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യക്കകത്ത് ബംഗ്ലാദേശികൾ എത്തരത്തിൽ നീങ്ങുന്നു, അല്ലെങ്കിൽ അവർ പരസ്പരമുള്ള അവരുടെ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ്. അതുകൊണ്ടാണ് ഈ ബംഗ്ലാദേശിലെ കലാപത്തിന് ശേഷം ഇവിടുത്തെ ഒരു വിദ്യാർത്ഥി അവിടുത്തെ കലാപത്തിനെ പറ്റി ഒരു വാട്സപ്പ് കോൾ വന്നപ്പം ലവ് ചിഹ്നം അയച്ചു കൊടുത്തപ്പോൾ അവനെ അന്നേരം തന്നെ പറഞ്ഞു വിട്ട് ഇവിടെ ഇനി പഠിക്കേണ്ടെന്ന് തീരുമാനിക്കണം. അതേ രീതിയിൽ നമ്മൾ വീക്ഷിക്കുന്നത് കൊണ്ടും നമ്മുടെ രാജ്യത്തിന് ആ സംവിധാനമൊക്കെ ഉള്ളത് കൊണ്ടും ആണ് നമുക്കിടയിനകത്ത് ഈ കലാപം ഉരുത്തിരിക്കുന്നതിന് ആൾക്കാർ പാടുപെടുന്നത്. ഞാനീ പറഞ്ഞത് അപ്പൊ ഇപ്പൊ ഡൽഹിയിൽ ഇനി തീരുമാനമായിട്ടുണ്ട്. ഡൽഹിയിൽ ലഫ്റ്റനന്റ് ഗവർണർ കഴിഞ്ഞ ദിവസം അവിടെ തീരുമാനം എടുത്തു കൊടുത്തു. കാരണം അവിടുത്തെ അനധികൃതമായിട്ടുള്ള ബംഗ്ലാദേശ് കുടിയേറ്റക്കാരെ 2 മാസത്തിനകം കണ്ടുപിടിക്കണമെന്ന് DGPക്കും അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറിക്കും എന്നിട്ട് അവരെ അവിടുന്ന് പറഞ്ഞു വിടേണ്ടത്. കാരണം ഡൽഹി എന്ന് പറഞ്ഞാൽ തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥലമാണല്ലോ നമ്മുടെ പാർലമെന്റും മറ്റു സംവിധാനങ്ങൾ. ഇപ്പം കലാപങ്ങൾ ഉണ്ടാകത്തില്ല അല്ലെങ്കിൽ ഉരുത്തിരിക്കാൻ പറ്റിയാൽ, ഈ നേരത്തെ CA കലാപം ഉരുത്തിരിച്ചത് ഡൽഹിക്കകത്തെന്ന് പറഞ്ഞാൽ ഡൽഹി ഈ ജാമിയ മിലിയ യൂണിവേഴ്സിറ്റി ഉണ്ടല്ലോ, അതിനകത്ത് പാകിസ്ഥാൻ പൗരന്മാർ വരെ ഉണ്ട്. എത്രയോ കാലം കൊണ്ട് മനസ്സിലായി. ഇപ്പോഴും അതുകൊണ്ടാണ് അതിനകത്ത് അത് ഉരുത്തിരിക്കാൻ പറ്റുന്നത്. കാരണം 10,000 ഏക്കറിനകത്ത് ഇവരുടെ സംവിധാനത്തിൽ കൂടി പോവുകയാണ്. അപ്പം ഇതേ രീതിയിൽ ഈ ഒരു വിഷയം ഒരു രാജ്യത്തിനകത്ത് ഉരുത്തിരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ ലക്ഷ്യം ഇന്ത്യ ആകുമ്പോൾ ആ രാജ്യത്തുള്ള ഏതാണ്ട് 1-2 കോടി ജനം നമുക്കറിയാവുന്ന തരത്തിൽ നമ്മുടെ കണക്കിനകത്ത് ഈ ഇന്ത്യ മഹാരാജ്യം ബംഗ്ലാദേശികൾ 2 കോടി ഇന്ത്യ ഗവൺമെന്റിന്റെ കണക്കനുസരിച്ച് ഇവിടെ ഉണ്ട്. കണക്കില്ലാത്ത എത്ര പേരുണ്ടെന്ന് എങ്ങനെ പറയാൻ പറ്റും? ഇവര് മാത്രം മതിയല്ലോ പ്രശ്നം ഉണ്ടാക്കാൻ. അപ്പൊ ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകാതിരിക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ ന്യൂനപക്ഷം ഉൾപ്പെടെ ഇപ്പം ഡൽഹിയിൽ ഇതിന് പറഞ്ഞേക്കുന്നത് അവിടുത്തെ ഈ മുഖ്യ ദർഗ ഉലാമമാരായിട്ടുള്ള
ഷംസുദ്ദീൻ നിസാമുദ്ദീൻ ഇവരൊക്കെ പിന്തുണ കൊടുത്തിട്ടുണ്ട്. അവിടുത്തെ മുസ്ലിം സംഘടനകളെല്ലാം ഇവിടുത്തെ ന്യൂനപക്ഷത്തെ ആക്രമിക്കുന്നതിനെതിരായിട്ട് അഭിപ്രായം പറയുകയും അത് അനുവദിച്ചു കൊടുക്കാൻ പറ്റത്തില്ലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. മാത്രവുമല്ല അനധികൃത കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കുന്നതിന് ഇന്ത്യയിലെ മുസ്ലിം ഈ പറയുന്ന സംഘടനകളും ഡൽഹിയിൽ മുസ്ലിം സംഘടനകളും അല്ലെങ്കിൽ ഉലഹ നേതാക്കന്മാരും ഒക്കെ അതിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പോകുന്ന ഒരു അവസ്ഥയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം കേരളത്തിൽ തന്നെ ഈ ന്യൂനപക്ഷ ആക്രമണത്തിനെതിരെ എനിക്കൊന്ന് ഇദ്ദേഹം അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഈ ഏതുകൊണ്ടൊരു മുസ്ലിം സംഘടനയുടെ നേതാവ് കേരളത്തില് എല്ലാവരും പിന്തുണ അറിയിച്ചു കഴിഞ്ഞു. പിന്തുണ അറിയിച്ചു കഴിഞ്ഞു. അപ്പം ഈ മുസ്ലിങ്ങള് ഈ പിന്തുണ അറിയിക്കുകയും അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ മുസ്ലിം ലീഗിന്റെ തങ്ങൾ ഉൾപ്പെടെയുള്ള പിന്തുണ അറിയിക്കുകയൊക്കെ ചെയ്തു. ബാക്കിയുള്ളവർക്ക് പേടിയുണ്ട്. ഈ പിന്തുണ അറിയിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ മുസ്ലിങ്ങൾക്ക് എല്ലാം തോന്നുമോ എന്നൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ. അപ്പം ഈ രീതിയിലൊക്കെ കാര്യങ്ങൾ പോകുന്നത് കൊണ്ടാണ് ഈ ബംഗ്ലാദേശിലെ വിഷയം വളരെ ഗൗരവത്തിലെടുക്കണമെന്ന് പറയുന്നത്. കാരണം ബംഗ്ലാദേശിലെ വിഷയം അതിർത്തി സംസ്ഥാനങ്ങളുണ്ട്. നമ്മുടെ ആസാം പോലുള്ള സംസ്ഥാനത്ത് കുടിയേറ്റം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു പശ്ചിമബംഗാളിൽ. അവിടെ അവരെ മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഈ നമ്മുടെ ഈ രാജ്യത്ത് ഇപ്പൊ CA സമരത്തിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തായിരുന്നു? അന്ന് CA സമരം വന്നപ്പോൾ ഇവിടുത്തെ മുസ്ലിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു എങ്ങനെയാണ്? ഈ CA സമരം എന്ന് പറയുന്നത് മുസ്ലിങ്ങളെ ഇവിടുന്ന് പുറത്താക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സമരമാണ്. അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ആൾക്കാർ ഇവിടെ കയറി പറ്റിയിട്ടുണ്ട്. ഈ ആൾക്കാരെ ഇവിടെ പ്രൊമോട്ട് ചെയ്ത് നിർത്തേണ്ട ആവശ്യകത എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ കലാപം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ആൾക്കാർ തന്നെ ഇവരെ പ്രൊമോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ഹിന്ദു കണ്ടിട്ടില്ലേ, ഹിന്ദു ഈ ഇത് പറയുന്നത് നമ്മുടെ ഈ ഗണോത്സവം അതുപോലെ ശ്രീകൃഷ്ണ ജയന്തി ഇതൊക്കെ പോകുമ്പോൾ അക്രമം ഉണ്ടാകുന്നുണ്ട്. ഈ അക്രമം ഉണ്ടാക്കുന്ന ആൾക്കാരാരാ? ഇതുപോലെ അനധികൃതമായിട്ട് കുടിയേറി കിടക്കുന്ന ചേരികളുടെ ഭാഗത്തൂടെ പോകുമ്പോഴാണ് ഈ കല്ലേറ് നടക്കുന്നത്. എന്ന് വെച്ചാൽ ഈ കലാപം ഓപ്പറേറ്റ് ചെയ്യാൻ ഇവർ ഉപയോഗിക്കുന്ന മുസ്ലിങ്ങള് ഇന്ത്യയിൽ സ്ഥിരമായിട്ട് താമസിക്കുന്ന മുസ്ലിങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിൽ ഇന്ത്യയുടെ ഭാഗമായിട്ടിരിക്കുന്ന മുസ്ലിങ്ങളല്ല. അവരതിന് തയ്യാറാവത്തില്ല. അപ്പൊ ഇതിന് ഉരുത്തിരിക്കാൻ വേണ്ടി ഈ ഓരോ രാജ്യത്തും ലോകത്തുടനീളം ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കുടിയേറ്റക്കാരെ ഓരോ രാജ്യത്തും സ്ഥാപിക്കുന്നതിന് വേണ്ടി നമ്മൾ ഏജൻസി വർക്ക് ചെയ്യുന്ന പോലെ ചില പ്രത്യേക വിഭാഗങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. അത് ഇന്ത്യയില് മ്യാൻമറിൽ നിന്നുള്ള കുടിയേറ്റക്കാർ ഇവിടെ വന്നു. ഒരു പ്രാവശ്യം നമ്മൾ മ്യാൻമറിൽ നിന്ന് കുടിയേറ്റക്കാർ കയറി എവിടെ നമ്മുടെ ബോർഡറിലാണല്ലോ കയറുന്നത്. ഒന്നെങ്കിൽ പാകിസ്ഥാൻ്റെ അല്ലെങ്കിൽ നമ്മുടെ മ്യാൻമറിൽ നിന്നുള്ള ബോർഡർ. അവിടെ ഈ 2 ലക്ഷം പേര് കയറിയ 2 ലക്ഷം പേര് അവിടെ കാണണ്ടേ? പിറ്റേന്ന് ഈ 2 ലക്ഷം പേര് അവിടെ നിന്ന് അറിയാം 10,000 പേര് ഡൽഹിയിൽ, 10,000 പേര് UP-യിൽ. ഇതിനെ ആരാ ഇവിടെ ഇത്രയും സ്ഥലങ്ങളിൽ നമ്മുടെ ഈ റോഡിൽ ഈ കുടയൊക്കെ ഈ പണ്ട് കണ്ടിട്ടില്ലേ? നമ്മുടെ ഈ വട്ടിയൊക്കെ അതിലത്തെ ആൾക്കാരെ കണ്ടിട്ടില്ലേ? ഇവര് പലയിടത്തായിട്ട് പ്ലേസ് ചെയ്യുന്നത്. അതുപോലെ ഈ കുടിയേറ്റക്കാരെ ഇങ്ങനെ പലയിടത്തായിട്ട് പ്ലേസ് ചെയ്യുകയാണ്. ഇതിന്റെ അജണ്ട എന്തോ? ഇവരെ നിയന്ത്രിക്കുന്ന ഒരു പ്രത്യേക ഗ്യാങ് ആണ്. അതായത് ഈ കലാപം ഉരുത്തിരിക്കുന്നതിന് വേണ്ടി ഒരു ഇതുണ്ട്. അതിനൊക്കെ കോടാനുകോടി രൂപ ഫണ്ടാ. ഇതിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നതിന് ഇതിനെ അതേ രീതി നിലനിർത്തുന്നതിന് ഉപയോഗിക്കുന്നത് മതമാണ്. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും എല്ലാ മനുഷ്യന്റെയും സാധാരണ പാവം പിടിച്ചവന്റെ ഏറ്റവും വലിയ വീക്ക്നെസ് ദൈവവും മതവും. അവന്റെ അത്താണ് ഈ ദൈവവും മതവുമാണ്. അപ്പൊ ഇത് കറക്റ്റ് ചെയ്ത് അങ്ങോട്ട് കൊടുത്തിട്ട് ഇതേ രീതിയിലുള്ള പ്രൊമോഷൻ അവിടെ നടക്കുന്നത്. എല്ലാവർക്കും അറിയാം മതത്തിന്റെ പേര് പിടിച്ചാൽ മാത്രമേ ആൾക്കാരെ നിലനിർത്താൻ പറ്റത്തുള്ളൂ. നമ്മൾ പണ്ടുതൊട്ടുള്ള ആൾക്കാർ ചില കാര്യങ്ങൾ കേൾപ്പിക്കുന്നതിന് അല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലാത്ത രീതിയിൽ പറഞ്ഞു കൊടുത്താൽ അവർ ചെയ്യത്തില്ല. അവർക്ക് ഗുണമുള്ള കാര്യങ്ങൾ പോലും അത് ദൈവത്തിന്റെ മറവിൽ ഹിന്ദു ക്രിസ്ത്യാനി മുസ്ലിമും എല്ലാം ദൈവത്തിന്റെ മറവിൽ പറഞ്ഞു കൊടുക്കും. അതിന്റെ മറവിൽ പറഞ്ഞു കൊടുക്കുമ്പോൾ ചെയ്യും. അത് ഗുണമുള്ള കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കാറുള്ളത്. ദോഷമുള്ള കാര്യങ്ങളല്ല പണ്ടത്തെ ആൾക്കാർ ദൈവത്തിന്റെ മറവിൽ ഓരോ ആൾക്കാരെ പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. അവർക്ക് ഗുണമുണ്ടാകുന്ന കാര്യങ്ങൾ, അവർക്ക് പുരോഗതി ഉണ്ടാകുന്ന അല്ലെങ്കിൽ അവരുടെ ആരോഗ്യത്തിന് ഗുണമുണ്ടാകുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇപ്പം ഇത് കലാപങ്ങൾ ഉണ്ടാക്കുന്നത്. ഇപ്പൊ കലാപം ഉണ്ടാക്കുന്നതിന് വേണ്ടി അതിന് പ്രൊമോഷൻ കൊടുക്കുന്ന ആരാ? പ്രൊമോഷൻ കൊടുക്കുന്നത് ഈ കലാപം ഉണ്ടാക്കാൻ അച്ചാരം പറ്റുന്ന ആൾക്കാരുണ്ട്. അവർ ഇതിന്റെയൊക്കെ ഈ മതത്തിന്റെയും ജാതിയുടെയും ഒക്കെ വ്യക്താക്കളാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ വ്യക്താക്കളാണ്, കൃഷ്ണന്റെ വ്യക്താക്കളാണ്, അള്ളാഹുവിന്റെ വ്യക്താക്കളാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ അവതരിക്കുന്നത്. ഇപ്പൊ തന്നെ ഏറ്റവും അവസാനം ഈ മുസ്ലിങ്ങൾക്ക് മനസ്സിലാവാത്ത ഒരു ഏറ്റവും വലിയ ഇപ്പോൾ നമ്മുടെ കേരളമായെന്ന് പറഞ്ഞാൽ ആവേശം കൊള്ളുന്ന ഒരു കാര്യമുണ്ടല്ലോ, പാലസ്തീന്റെ വിഷയം, അവിടുത്തെ ഹമാസിന്റെ വിഷയം. ഹമാസിന്റെ 7-ാം തീയതി അവിടെ ഹമാസില് ഈ ഹമാസ് എന്ന് പറയുന്നത് അവിടെ കയറി ആക്രമിച്ചല്ലോ. ഇപ്പൊ രാജ്യമുണ്ടോ? ഇല്ല. എന്തിനു വേണ്ടി ആക്രമിച്ച് ഇസ്രായേലിനെ? ഹമാസ് അവർക്ക് വിശാല ഇസ്രായേൽ ഉണ്ടാക്കുന്നതിന് വേണ്ടി കാരണം ഉണ്ടാക്കി കൊടുത്ത ആരാ? ഹമാസാണോ? ഹിസ്ബുള്ള അപ്പം ഇതിന്റെയൊക്കെ കുറെ നേതാക്കന്മാരെ നമ്മൾ കാണുമ്പോൾ അവർ മരിച്ചുപോയി. പക്ഷെ വേറെ നേതാക്കന്മാർ കോടാനുകോടി രൂപയും കൊണ്ട് ഖത്തറിലും അവിടെ ഇവിടെയും ഒരു നേതാക്കന്മാർ അവിടെ ഇരിപ്പുണ്ട്. ഇവിടെ കിടന്ന് ഇതിന്റെ പേരിൽ യുദ്ധം ചെയ്യുന്ന ആൾക്കാർ, മരിക്കുന്ന ആൾക്കാർ ഇതൊന്നും അറിയുന്നില്ല. അപ്പൊ ഇത് അന്ന് നടന്ന സംഭവം പോലും ഇസ്രയേലിന്റെ വെൽ പ്ലാൻഡ് ഓപ്പറേഷൻ ആണോ എന്ന് സംസാരമുണ്ട്. മനസ്സിലാവുന്നുണ്ട്?
ആ അറ്റാക്കിനകത്ത് കുറെ പേരെ കൊന്നു. നെതന്യാഹു എന്ന് പറയുന്ന ആൾക്ക് രാഷ്ട്രീയ അസ്ഥിരത സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, അയാൾ ഒരിക്കലും അവിടെ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാതെ വരുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ നാളെക്കാലത്തെ അധികാരത്തിൽ വരാത്ത അവസ്ഥ, അവിടെ അദ്ദേഹത്തെ പിടിച്ച് ജയിലിടുന്ന ഒരു അവസ്ഥയിലേക്ക് അയാൾക്ക് രക്ഷപ്പെടാൻ വേണ്ടി ഹമാസിനെ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യിച്ചതാണോ എന്ന് പോലും ഇപ്പോഴും സംശയം നിൽക്കുന്ന ഒരു അവസ്ഥ. ഞാനീ പറഞ്ഞത് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് ഒരു സമൂഹത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന് അച്ചാരം മേടിക്കുന്ന ആൾക്കാർ ലോകത്തുടനീളമുണ്ട്. അതിന്റെ ഒരു പേരാണ് ഈ തീവ്രവാദം എന്നൊക്കെ പറയുന്നത്. അല്ലാതെ ഒരു മുസ്ലിം രാജ്യങ്ങളെ ഇത് രക്ഷപ്പെടുത്തിയിട്ടില്ല. ഇപ്പൊ തന്നെ സിറിയയിൽ കഴിഞ്ഞ ദിവസം സംഭവിച്ചേക്കുന്ന ഇനി ആ സിറിയയുടെ അവസ്ഥ എന്തോ, അഫ്ഗാനിസ്ഥാന്റെ അവസ്ഥ എന്തോ, ഈ പറയുന്ന ഇറാഖിന്റെ അവസ്ഥ എന്തോ, അവിടെ ആ രാജ്യത്തെ ആൾക്കാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എത്ര വലുതാണെന്നറിയോ? ആ രാജ്യത്തെ സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എത്രയാണെന്ന് അറിയാം. ഈ ഇതേ രീതിയിൽ രാജ്യത്തെ ഉരുത്തിരിക്കുന്നതിന്റെ ഒരു സിസ്റ്റം ലോകത്തുണ്ട്, ലോകക്രമമുണ്ട്. അതായത് മുസ്ലിം സാമ്രാജ്യം ഉണ്ടാക്കുന്നതിന് വേണ്ടി ആ ലോകക്രമവും ക്രിസ്ത്യൻ സാമ്രാജ്യം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഈ ലോകക്രമവും. അമേരിക്കൻ സാമ്രാജ്യത്വം ആണ് ലോകത്തെ ഏറ്റവും വലിയതായിട്ട് നിൽക്കുന്നത്. അവർ ആ സാമ്രാജ്യത്തെ വെച്ചിട്ട് ഈ രാജ്യങ്ങളെ മൊത്തം നശിപ്പിക്കുന്നുണ്ട്. ഇവിടുത്തെ അത് അറിഞ്ഞുകൊണ്ട് അതിന്റെ ഭാഗമായിട്ട് നേതാക്കന്മാരായിട്ട് നിൽക്കുന്നവരുണ്ട്, അറിയാത്തവരുണ്ട്. അറിഞ്ഞുകൊണ്ട് നിൽക്കുന്നവർ അതിന്റെ അച്ചാരം പറ്റി അവർ ആ ജോലി ചെയ്യുന്നുണ്ട്. ഞാനീ പറഞ്ഞത് അപ്പം ഈ രീതിയിലേക്കുള്ള കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇന്ത്യയിൽ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇന്ത്യയിൽ അത് നടക്കുന്നില്ല. നമ്മൾ ഇന്ത്യയിൽ എത്ര പറയുമ്പോഴും ഏറ്റവും അവസാനം ഇപ്പൊ ഈ അഭിപ്രായം പറയുന്ന പോലെ ജാതിമത ഭേദമന്യേ നമ്മുടെ സംസ്കാരം അനുസരിച്ച് അഭിപ്രായം പറയുന്ന ഒരു അവസ്ഥയുണ്ട്. മനസ്സിലാവുന്നുണ്ട്? ഇന്ത്യക്ക് കുഴപ്പം വരുന്ന ഒരു അവസ്ഥ വരുമ്പോൾ ഇന്ത്യക്കകത്തെ ജനങ്ങൾ ഒന്നിക്കുന്ന ഒരവസ്ഥയാണ് ഇതുവരെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ രാജ്യങ്ങൾക്ക് ഇവിടെ കലാപം ഉണ്ടാക്കുന്നതിനുള്ള ശ്രമം അത് തുടങ്ങാൻ പറ്റിയാൽ പോലും അത് പൂർത്തീകരിക്കാൻ പറ്റുന്നില്ല. ആ ഒരു അവസ്ഥയിലേക്ക് ഇന്ത്യയുടെ സംസ്കാരം നമ്മൾ ഇതുവരെ പരിശോധിക്കുമ്പോൾ വേറെ രാജ്യത്തിന് എത്ര ശ്രമിച്ചാലും നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ ശിഥിലീകരിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞിരുന്നുകൊണ്ട് നമുക്ക് ഇന്ത്യയുടെ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ശ്രദ്ധിക്കാതെ പോകാൻ പറ്റത്തില്ല. ഇന്ത്യയിൽ ഈ പറയുന്ന പോലെ അനധികൃത കുടിയേറ്റം ഉണ്ടെങ്കിൽ, അത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ ഇതിനെ തിരിച്ചയക്കാൻ ഇന്ത്യ മഹാരാജ്യത്തിനും പറ്റത്തില്ല. ഇപ്പൊ ഈ 2 കോടി ജനത്തിനെ എല്ലാം കൂടെ പിടിച്ച് നമ്മൾ കാലി കൊണ്ട് കളയാനോ വെള്ളത്തിൽ കളയാനോ ഒന്നും പറ്റത്തില്ലല്ലോ. അപ്പൊ അവരെ നിരീക്ഷിക്കുക, കുറേശ്ശെ അവരെ തിരിച്ചയക്കുക. രാജ്യങ്ങളും ഇപ്പൊ ഇതുവരെ നമ്മൾ ബംഗ്ലാദേശുമായിട്ടൊക്കെ ഉള്ള നല്ല വലിയ ബന്ധമായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതുവരെ അതിനെപ്പറ്റി ആലോചിച്ചിരുന്നില്ല. ആ രാജ്യത്തിന് കുഴപ്പം വരുന്ന ഒരു രീതിയിലേക്ക്, അല്ലെങ്കിൽ ആ രാജ്യത്തിന് പെട്ടെന്ന് ഒരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കുന്ന രീതിയിലേക്ക് നമ്മളിപ്പോ മൊത്തം ആൾക്കാരെ കൊണ്ടൊന്നും കൊണ്ട് ഡംപ് ചെയ്യാൻ ഉദ്ദേശിച്ചില്ല. പക്ഷെ ഇനിയുള്ള കാലത്ത് നമ്മളുടെ പരിധിക്ക് എല്ലാ രാജ്യവും നമുക്ക് ഗുണമല്ലാത്ത രീതിയിലേക്ക് ആ രാജ്യത്തിലെ പൗരന്മാരെ ഉപയോഗിക്കാൻ സാധ്യതയുണ്ടെന്നൊക്കെ നമുക്ക് ആ രീതിയിലേക്ക് നടപടി എടുക്കേണ്ടി വരും. അല്ലെങ്കിൽ അവരെ തിരിച്ചയക്കുന്നതോ അല്ലെങ്കിൽ നമുക്ക് അവരെ കാരാഗൃഹത്തിൽ പാർപ്പിക്കേണ്ട രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ ഉരുത്തിരിക്കേണ്ടി വരും. ഏതായാലും ഡൽഹിയിൽ ലഫ്റ്റനന്റ് ഗവർണർ തീരുമാനം എടുത്തിട്ടുണ്ട്. ആസാമിൽ നേരത്തെ ആ തീരുമാനമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. ആസാമിലൊക്കെ ഇനി ഇവർക്ക് ഇപ്പോൾ തന്നെ ഡൽഹിയിൽ ഇനിയും പശ്ചിമ ബംഗാളിൽ നിന്ന് ബംഗ്ലാദേശിൽ നിന്ന് വരുന്നവർക്ക് വീട് കൊടുക്കണ്ട. ഇപ്പൊ വാടക വീടുണ്ടെങ്കിൽ ഒഴിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആസാമിലൊക്കെ എന്ന് പറഞ്ഞാൽ കച്ചവടം നിർത്തിക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ അവർ ഇവിടെ വാടക മറ്റു കാര്യങ്ങൾ എല്ലാം എല്ലാ സംസ്ഥാനങ്ങളും അതിന് കരുതലും തീരുമാനങ്ങളും ഒക്കെ എടുത്ത് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയുണ്ട്. മതാണെന്ന് എനിക്കൊന്ന് പേടിച്ചു തന്നെ ഇരിക്കുക. കാരണം അവിടെ ഉള്ള ബംഗ്ലാദേശികളല്ല, പിന്നെ അവരുടെ കാര്യം കൂടെ പോകും. അത്രത്തോളം ആൾക്കാർ അവിടെ ബംഗ്ലാദേശികള് പശ്ചിമ ബംഗാളിൽ ഉണ്ട്. അതാണ് അവരിപ്പോ ഈ വിഷയത്തോട്, ബാക്കി എല്ലാ വിഷയത്തിലും മോദിയെ ചീത്ത പറഞ്ഞുകൊണ്ടിരുന്ന ഈ വിഷയത്തോട് കേന്ദ്രത്തിന്റെ സഹായം വേണമെന്ന കാര്യം എന്ന് പറഞ്ഞാൽ അവർ അവിടുന്ന് ഇത് പിടിക്കുമെന്ന് പറയുമ്പോൾ അവർക്ക് പേടിയുണ്ട്. അവിടെ ഈ ഒരു സംഘർഷം ഉരുത്തിരിച്ചാലൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ്. നമ്മുടെ ബാക്കിയുള്ള സ്ഥലങ്ങളുടെ കൂട്ടല്ല. സംഘർഷം ഉണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്ന് വ്യാപിപ്പിക്കാനും അല്ലെങ്കിൽ ഒക്കെ സാധിക്കുന്ന ഒരു സ്ഥലമാണ്. മാത്രമല്ല 7-8 ഈ പറയുന്ന ജില്ലകൾ, അതും വിശാലമായ ജില്ലകളാണ്. അത് മുസ്ലിം ഭൂരിപക്ഷം, അതും ഈ അതിനകത്ത് കുടിയേറ്റക്കാര് ഈ പറയുന്ന ബംഗ്ലാദേശിൽ ഉള്ളവർ വളരെ കൂടുതലായിട്ടുണ്ട്. അപകടം പിരിച്ച ഒരു അവസ്ഥ പശ്ചിമങ്ങളുണ്ട്. അത് പണ്ട് മമതാ ബാനർജി അല്ല, കൂടുതൽ ആൾക്കാർ അവിടെ ഈ സഹായമാകുന്ന രീതിയിൽ നിന്ന് കൊടുത്താണ് വേറെ രീതിയിലേക്ക്. പക്ഷെ അതിപ്പം നമുക്ക് ഭീഷണിയാവുന്ന രീതിയിലേക്ക് പോകുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു കേന്ദ്ര ഗവൺമെന്റ് ഒക്കെ ഇതിനകത്ത് ഇടപെടൽ നടത്തിയായിരിക്കും മുന്നോട്ട് പോകുന്നത്. ഏതായാലും ഇന്ത്യ ഈ പശ്ചിമ ബംഗാളിലെ വിഷയം വളരെ ഗൗരവമായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. ഇന്ത്യക്കകത്തുള്ള സുരക്ഷ ബാധിക്കുന്ന രീതിയിലേക്ക് അത് വരാതിരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതാണ് മനസ്സിലാവുന്നത്.